Good morning. Second module രണ്ട് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്താണ് കഴിഞ്ഞ ക്ലാസ് നിർത്തിയിരുന്നത്. മൂന്നാമത്തെ സെക്ഷൻ മോണോട്ടോൺ സീക്വൻസസിന്റെ സെക്ഷനാണ് ഇന്ന് തുടങ്ങുന്നത്. ഇതുവരെ ഉള്ളതിൽ നമ്മൾ കൺവേർജൻസ് പ്രൂവ് ചെയ്യാനായിട്ടുള്ള പല മെത്തേഡ്സ് കണ്ടിരുന്നു. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഡെഫിനിഷന്റെ ആപ്ലിക്കേഷൻ തന്നെ. ഗിവൺ എപ്സിലോൺ വി ട്രൈ ടു ഫൈൻഡ് എ കെ such that modulus of xn minus x is less than epsilon for every n greater than or equal to k. അങ്ങനെ ഏത് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു കെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് നേരിട്ട് എന്ത് പറയാം, സീക്വൻസ് കൺവേർജന്റ് ആണ് എന്നുള്ളത് പറയാം. അതൊരു മെത്തേഡ്. പിന്നെ നമ്മൾ കണ്ടത് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു എ എൻ എന്ന് പറയുകയും എ എൻ എന്ന് പറയുന്നത് സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആയിരിക്കുകയും ചെയ്താൽ എക്സ് എൻ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് നമ്മളൊരു തിയറം കണ്ടിരുന്നു. മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു എ എൻ ആൻഡ് സീക്വൻസ് എ എൻ കൺവേർജസ് ടു സീറോ. ദെൻ എക്സ് എൻ ഇസ് എ കൺവേർജന്റ് സീക്വൻസ് ആൻഡ് എക്സ് എൻ കൺവേർജസ് ടു എക്സ്. അങ്ങനെ ഒരു റിസൾട്ട് കണ്ടിരുന്നു. അതുപയോഗിച്ച് നമ്മൾ കൺവേർജൻസ് പ്രൂവ് ചെയ്തിരുന്നു. മൂന്നാമത്തെ ഒരു മെത്തേഡ് നമ്മൾ കണ്ടത് ടെയിൽ സീക്വൻസിന്റെ കൺവേർജൻസ്. ആദ്യത്തെ ഫൈനൈറ്റ്ലി മെനി ടേംസ് അവരുടെ ബിഹേവിയർ എന്തായാലും നമുക്ക് കുഴപ്പമില്ല. അതിനുശേഷമുള്ള സീക്വൻസ് ടെയിൽ സീക്വൻസ് ഒരു പർട്ടിക്കുലർ നമ്പറിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ഒറിജിനൽ സീക്വൻസും അതേ നമ്പറിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും എന്നുള്ള ടൈപ്പ്. അതാണ് നമ്മൾ മൂന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് കൺവേർജൻസ് പ്രൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചിരുന്നു. പിന്നെ സ്ക്വീസ് തിയറം വെച്ചിട്ട് ഒരു സീക്വൻസിനെ കൺവേർജന്റ് ആയ രണ്ട് സീക്വൻസുകളുടെ ഇടയിലാണ് എന്ന് പ്രൂവ് ചെയ്യുക. സീക്വൻസിന്റെ ടേംസ്, അതായത് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് എൻ ആണ്. എക്സ് എനും സെഡ് എനും ഒരേ നമ്പറിലേക്ക് തന്നെയാണ് കൺവേർജ് ചെയ്യുന്നത് എങ്കിൽ വൈ എന്നും കൺവേർജന്റ് ആണ്, ഈ സെയിം നമ്പറിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. അതാണ് സ്ക്വീസ് തിയറം ആയിരുന്നത്. അപ്പൊ അതൊരു മെത്തേഡാണ്. കൺവേർജന്റ് ആയ രണ്ട് സീക്വൻസിന്റെ ഇടയ്ക്ക് സ്ക്വീസ് ചെയ്തിട്ട് ഇതും കൺവേർജന്റ് ആണ് സെയിം പോയിന്റിലേക്ക് എന്ന് പ്രൂവ് ചെയ്യാം. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് ലാസ്റ്റ് തിയറത്തിൽ നമ്മൾ ഒരു മെത്തേഡ് കണ്ടത് എക്സ് എൻ പ്ലസ് വൺ ബൈ എക്സ് എൻ റേഷ്യോ എടുക്കുക. ടേംസിന്റെ റേഷ്യോ എടുക്കുന്നു. എക്സ് എൻ പ്ലസ് വൺ ബൈ എക്സ് എൻ കൺവേർജന്റ് ആണ്. അത് എൽ എന്നൊരു നമ്പറിലേക്ക് കൺവേർജ് ചെയ്യുന്നു വേർ എൽ ഇസ് ലെസ് ദാൻ വൺ. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് എക്സ് എൻ സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. അത് യൂസ് ചെയ്ത് നമ്മളൊരു പ്രോബ്ലം ചെയ്തു അല്ലെ, എൻ ബൈ ടു റേസ് ടു എന്നിന്റെ ഒരു പ്രോബ്ലം നമ്മൾ ആ മെത്തേഡ് യൂസ് ചെയ്തിരുന്നു. ഇതിനെ നമ്മൾ റേഷ്യോ ടെസ്റ്റ് എന്നാണ് പറയുക. ഇങ്ങനെ റേഷ്യോ യൂസ് ചെയ്ത് കൺവേർജൻസ് പ്രൂവ് ചെയ്യുന്നതിനെ റേഷ്യോ ടെസ്റ്റ് എന്നാണ് പറയുക. അപ്പൊ ഇങ്ങനെ 4-5 മെത്തേഡുകൾ നമ്മൾ കൺവേർജൻസ് പ്രൂവ് ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ സെക്ഷനിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സീക്വൻസ് ആണ്, മോണോട്ടോണിക് സീക്വൻസ്. മോണോട്ടോൺ സീക്വൻസ് അല്ലെങ്കിൽ മോണോട്ടോണിക് സീക്വൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി സീക്വൻസിനെയാണ് നമ്മൾ ഈ സെക്ഷനിൽ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഈ പർട്ടിക്കുലർ ടൈപ്പിന് കൺവേർജൻസ് പ്രൂവ് ചെയ്യാൻ ബൗണ്ടഡ്നെസ് പ്രൂവ് ചെയ്താൽ മതിയാവും എന്നുള്ള രീതിയിലാണ് ഈ സെക്ഷൻ മുൻപോട്ട് പോകുന്നത്. ആദ്യം നമുക്ക് മോണോട്ടോൺ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. മോണോട്ടോൺ എന്നുള്ള വാക്കിൽ തന്നെ ഉണ്ട് അതിന്റെ മീനിങ്. മോണോട്ടോൺ എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് നമുക്ക് പറയാം. മോണോട്ടോൺ ഇൻക്രീസിംഗും ഉണ്ട്, മോണോട്ടോൺ ഡിക്രീസിംഗും ഉണ്ട്. മോണോട്ടോണിക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരേപോലെ എന്നല്ലേ മോണോട്ടോണിക്. ആ മോണോട്ടോണിക് ഇൻക്രീസിംഗ് എന്ന് പറയണമെങ്കിൽ ടേംസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസിംഗ് ആയിരിക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് നമ്മൾ കണ്ടീഷൻ പറയുന്നത്. എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഫോർ എക്സെട്ര. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ സീക്വൻസസിനെ നമ്മൾ മോണോട്ടോൺ ഇൻക്രീസിംഗ് സീക്വൻസസ് എന്ന് പറയും. അതുപോലെ തന്നെ നേരെ തിരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഡിക്രീസ് ചെയ്യാണ്. എക്സ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ത്രീ. ടേംസ് ഡിക്രീസ് ചെയ്ത് വരികയാണ്. ഫസ്റ്റ് ടേമിനേക്കാൾ ചെറുതോ ഈക്വലോ ആണ് രണ്ടാമത്തെ, അതിനേക്കാൾ ചെറുതോ ഈക്വലോ ആണ് മൂന്നാമത്തെ. അങ്ങനെ ചെറുതായി ആണ് സീക്വൻസ് വരുന്നതെങ്കിൽ ആ സീക്വൻസിനെ നമ്മൾ മോണോട്ടോണിക് ഡിക്രീസിംഗ് സീക്വൻസ് എന്ന് പറയും. ഓക്കെ, എക്സാമ്പിൾ 1 2 3 എക്സെട്ര. ഇത് എങ്ങനത്തെ സീക്വൻസ് ആണ്? ടേംസ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാണ് അല്ലെ. ഇത് മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഒരു സീക്വൻസിന് എക്സാമ്പിൾ ആണ്. അനദർ എക്സാമ്പിൾ 1 2 3 3 3 3 എക്സെട്ര. ഇതിന്റെ ടെയിൽ സീക്വൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്. 3 3 3 3 എന്നാണ് ഒരു സ്റ്റേജിന് ശേഷം വരുന്നത്.
കോൺസ്റ്റന്റ് സീക്വൻസ് എടുത്താൽ അത് മോണോട്ടോണിക് ആണ്. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് നമ്മുടെ കണ്ടീഷൻ അല്ലെ. കോൺസ്റ്റന്റ് സീക്വൻസിന് ഈക്വൽ ടു ആണ് സാറ്റിസ്ഫൈഡ് ആവുന്നത്. ദാറ്റ്സ് ഓക്കെ, അത് നമുക്ക് ഫൈൻ ആണ്, അത് നമുക്ക് ആക്സെപ്റ്റബിൾ ആണ്. അപ്പൊ 1 2 3 3 3 1 2 2 3 3 3 ഇനി എന്നാ 4 4 4 അല്ലെങ്കിൽ 4 4 4 4 എക്സെട്ര കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ എല്ലാം 4 അങ്ങനെ എടുത്താൽ അതൊക്കെ മോണോട്ടോണിക് ഇൻക്രീസിംഗ് സീക്വൻസുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇനി വേറൊരു സീക്വൻസ് എ സ്ക്വയർ എ ക്യൂബ്, എയുടെ പവർ സീക്വൻസ് കൺസിഡർ ചെയ്യാം. പവർ സീക്വൻസ് എടുക്കുമ്പോൾ എയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അത് മോണോട്ടോണിക് ഇൻക്രീസിംഗോ ഡിക്രീസിംഗോ ആവുന്നത്. എ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എയുടെ പവർ എടുക്കുമ്പോൾ എനേക്കാൾ വലുതായിരിക്കും അല്ലെ. എ സ്ക്വയർ എനേക്കാൾ വലുതായിരിക്കും, എ ക്യൂബ് അതിനേക്കാൾ വലുതായിരിക്കും, അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. അപ്പൊ എ സ്ക്വയർ എ ക്യൂബ് എക്സെട്ര എന്ന് പറയുന്നത് മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ. ഈക്വൽ ടു 1 ആണെങ്കിൽ കോൺസ്റ്റന്റ് സീക്വൻസ് 1 ആണ് വരിക, വിച്ച് ഇസ് മോണോട്ടോണിക് ഇൻക്രീസിംഗ്. ഇനി എയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിലോ പവർ എടുക്കുമ്പോൾ നമ്പർ ചെറുതാവും അല്ലെ. 1നേക്കാൾ ചെറിയൊരു നമ്പർ ആണ് എടുക്കുന്നതെങ്കിൽ അതിനെ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ചെറുതാവാണ് ചെയ്യുന്നത്. ഇപ്പൊ 1/2 സ്ക്വയർ എടുത്താൽ 1/4 വിച്ച് ഇസ് ലെസ് ദാൻ 1/2 അല്ലെ. അപ്പൊ 1നേക്കാൾ ചെറിയ നമ്പർ 0നും 1നും ഇടയ്ക്കുള്ള നമ്പർ ആണെങ്കിൽ പവർ എടുക്കുമ്പോൾ ചെറുതാവുകയാണ് ചെയ്യുക. അപ്പൊ 0നും 1നും ഇടയ്ക്കാണെങ്കിൽ അതും മോണോട്ടോണിക് ആണ്, പക്ഷെ അത് മോണോട്ടോണിക് ഡിക്രീസിംഗ് ആണ്. 1 1 1 1 എന്നുള്ള സീക്വൻസിന് വേണമെങ്കിൽ നമുക്ക് മോണോട്ടോണിക് ഡിക്രീസിംഗ് എന്നും പറയാം കേട്ടോ. കോൺസ്റ്റന്റ് സീക്വൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബോത്ത് മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആൻഡ് മോണോട്ടോണിക് ഡിക്രീസിംഗ്. കാരണം ഇൻക്രീസിംഗിലും നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ഡിക്രീസിംഗ് എടുത്താലും നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. അപ്പൊ എല്ലാ ടേംസും ഈക്വൽ ആണെങ്കിൽ, അതായത് കോൺസ്റ്റന്റ് സീക്വൻസ് ആണെങ്കിൽ ഇറ്റ് ഇസ് ബോത്ത് മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആൻഡ് മോണോട്ടോണിക് ഡിക്രീസിംഗ്. അങ്ങനെ വരുന്ന ഒറ്റ സീക്വൻസേ ഉള്ളൂ കോൺസ്റ്റന്റ് സീക്വൻസ്. ഓക്കെ, ഇനി കോൺസ്റ്റന്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണമല്ല, ഇൻഫിനിറ്റ്ലി മെനി ഉണ്ട് കേട്ടോ. ഏത് കോൺസ്റ്റന്റ് എടുക്കുന്നു എന്നനുസരിച്ച് ഇപ്പൊ 1 1 1 1 എക്സെട്ര ഒരു കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്, 2 2 2 2 എക്സെട്ര എന്ന് എടുത്താൽ അത് വേറെ കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്. ഏത് റിയൽ നമ്പർ എ എടുത്താലും എ എക്സെട്ര എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്. അപ്പൊ കോൺസ്റ്റന്റ് സീക്വൻസുകൾ മോണോട്ടോണിക്കലി ഇൻക്രീസിംഗുമാണ് ഡിക്രീസിംഗുമാണ്. പവർ സീക്വൻസ് എടുത്താൽ എ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ്. എയുടെ വാല്യൂ 0നും 1നും ഇടയ്ക്കാണെങ്കിൽ അത് മോണോട്ടോണിക് ഡിക്രീസിംഗ് ആണ്. ഇനി എ നെഗറ്റീവ് ആണെങ്കിലോ, എ നെഗറ്റീവ് ആണെങ്കിൽ എന്ത് പറ്റും? എ നെഗറ്റീവ് ആണെങ്കിൽ എ സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് എ സ്ക്വയർ എന്തായാലും എനേക്കാൾ വലുതായിരിക്കും. എ ക്യൂബ് എടുക്കുമ്പോഴോ 3 തവണ നെഗറ്റീവ് നമ്പറിന്റെ പ്രോഡക്റ്റ്, അപ്പൊ കിട്ടുന്ന ആൻസർ വീണ്ടും നെഗറ്റീവ് ആയിരിക്കും അല്ലെ. അപ്പൊ ആദ്യത്തെ ടേം എനേക്കാൾ വലുതാണ് എ സ്ക്വയർ, കാരണം എ നെഗറ്റീവ് ആണ് എ സ്ക്വയർ പോസിറ്റീവ് ആണ്. അപ്പൊ രണ്ടാമത്തെ ടേം വലുതാണ്. എ ക്യൂബ് എടുക്കുമ്പോൾ അത് വീണ്ടും നെഗറ്റീവ് ആണ്, അപ്പൊ എ സ്ക്വയറിനേക്കാൾ ചെറുതായിരിക്കും എ ക്യൂബ്. a⁴ എടുക്കുമ്പോഴോ അത് പോസിറ്റീവ് ആണ്, അപ്പൊ എ ക്യൂബിനേക്കാൾ വലുതായിരിക്കും. ഓക്കെ, അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് മാറി മാറി വരുന്നത് കൊണ്ട് എ ലെസ് ദാൻ 0 ആണെങ്കിൽ ആ സീക്വൻസ് മോണോട്ടോണിക് അല്ല. ഫസ്റ്റ് ടേമിനേക്കാൾ വലുതാണ് സെക്കൻഡ്, അതിനേക്കാൾ ചെറുതാണ് തേർഡ്, പിന്നെ എടുക്കുമ്പോൾ വലുതാണ്, അങ്ങനെ മാറി മാറി വരുമല്ലേ. അപ്പൊ ആ സീക്വൻസ് മോണോട്ടോണിക് അല്ല. ഇപ്പൊ നമ്മൾ കണ്ട എക്സാമ്പിൾസില് ഇത് 3 മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ്. എ ലെസ് ദാൻ 0 വരുന്ന കേസിൽ എ ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1 വരുമ്പോൾ മാത്രം മോണോട്ടോണിക് ഡിക്രീസിംഗ്. ഇനി മോണോട്ടോണിക് ഡിക്രീസിംഗിന്റെ വേറെ എക്സാമ്പിൾ 1 1/2 1/3 എക്സെട്ര. ഈ സീക്വൻസ് നമ്മൾ പല സ്ഥലത്തും എക്സാമ്പിൾ ആയിട്ടും ഒക്കെ എടുത്തിട്ടുള്ളതാണ് അല്ലെ. ഇതെങ്ങനെയാണ്? ചെറുതായിട്ടല്ലേ പറഞ്ഞേ, 1നേക്കാൾ ചെറുത് 1/2, അതിനേക്കാൾ ചെറുത് 1/3, അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന സീക്വൻസ് ആണ്. സോ ദിസ് ഇസ് എ മോണോട്ടോണിക് ഡിക്രീസിംഗ് സീക്വൻസ്. അതുപോലെ തന്നെ ജോമെട്രിക് സീരീസ് ഹാവിംഗ് കോമൺ റേഷ്യോ 1/2, അതാണ് ഇത് 1 1/2 1/2 സ്ക്വയർ എക്സെട്ര. അത് മോണോട്ടോണിക് ഡിക്രീസിംഗ് ആണ്. ഇൻ ജനറൽ ഏത് ജോമെട്രിക് സീരീസ് എടുത്താലും അത് മോണോട്ടോണിക് ആണ്. കോമൺ റേഷ്യോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ മോണോട്ടോണിക് ഇൻക്രീസിംഗ്. കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആണെങ്കിൽ അത് മോണോട്ടോണിക് ഡിക്രീസിംഗ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വേണമെങ്കിൽ പറയാം. ഈക്വൽ ടു 1 വരുമ്പോൾ എന്താണ്? കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്. അത് ഞാൻ എപ്പോഴും പറയില്ല കേട്ടോ. കോൺസ്റ്റന്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ മോണോട്ടോണിക് ഇൻക്രീസിംഗുമാണ് ഡിക്രീസിംഗുമാണ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ. 0നും 1നും ഇടയ്ക്കാണെങ്കിൽ അത് മോണോട്ടോണിക് ഡിക്രീസിംഗ് സീക്വൻസിന് എക്സാമ്പിൾ ആണ്. ഇനി 0നേക്കാൾ ചെറുതാണെങ്കിൽ അത് ഓസിലേറ്റിംഗ് ആണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഓസിലേറ്റിംഗ് ആയ വേറൊരു സീക്വൻസിനുള്ള എക്സാമ്പിൾ ആണ് ഇത്.
1 minus 1 1 minus 1 etc. അതായത് -1 raised to n plus 1 എന്നൊരു സീക്വൻസ് എടുത്താൽ അതിലെ ടേംസ് 1 minus 1 1 minus 1 മാറി മാറി വരും. അപ്പൊ ചെറുതാകുന്നു വലുതാകുന്നു, ചെറുതാകുന്നു വലുതാകുന്നു, അതിങ്ങനെ മാറി മാറി വരുമല്ലേ. അപ്പൊ അത് മോണോട്ടോണിക് ഇൻക്രീസിംഗും അല്ല ഡിക്രീസിംഗും അല്ല. അപ്പൊ ഇൻക്രീസിംഗ് ആയ സീക്വൻസുകളുണ്ട്, ഡിക്രീസിംഗ് ആയ സീക്വൻസുകളുണ്ട്, മോണോട്ടോണിക് അല്ലാത്ത സീക്വൻസുകളും ഉണ്ട്. ഇപ്പൊ ഡെഫിനിഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് തിയറം സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചോദിക്കാവുന്നതാണ്. മോണോട്ടോൺ കൺവേർജൻസ് തിയറം. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: എ മോണോട്ടോണിക് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഇസ് കൺവേർജന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഇസ് ബൗണ്ടഡ്. കൺവേർജന്റ് സീക്വൻസുകളെല്ലാം ബൗണ്ടഡ് ആണെന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബൗണ്ടഡ് സീക്വൻസുകളെല്ലാം കൺവേർജന്റ് അല്ല. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് -1 raised to n എന്നുള്ള സീക്വൻസ് ആണ്. അതിലെ ടേംസ് എന്ന് പറഞ്ഞാൽ -1 1 -1 1 ഈ രണ്ട് ടേംസേ ഉള്ളൂ. അതുകൊണ്ട് ബൗണ്ടഡ് ആണ്. ലോവർ ബൗണ്ട് -1ഉം അപ്പർ ബൗണ്ട് 1ഉം. പക്ഷെ ആ സീക്വൻസ് കൺവേർജന്റ് അല്ല. അപ്പൊ അതുകൊണ്ട് ബൗണ്ടഡ് ആണ് എന്നുള്ളത് കൊണ്ട് ഇൻ ജനറൽ കൺവേർജന്റ് ആവണമെന്നില്ല. പക്ഷേ സീക്വൻസ് മോണോട്ടോണിക് ആണെങ്കിൽ ബൗണ്ടഡ് ആണ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് കൺവേർജന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. കൺവേർജൻസ് തിയറം കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. കൺവേർജന്റ് ആണ് എന്ന് മാത്രമല്ല, ബൗണ്ടഡ് ഇൻക്രീസിംഗ് സീക്വൻസ് ആണെങ്കിൽ, മോണോട്ടോണിക് ഇൻക്രീസിംഗ് സീക്വൻസ് ആണെങ്കിൽ ഈ സെറ്റിന്റെ സുപ്രീമം എന്താണോ അതാണ് സീക്വൻസിന്റെ ലിമിറ്റ് ആയിട്ട് വരിക. ബൗണ്ടഡ് ഡിക്രീസിംഗ് സീക്വൻസ് ആണെങ്കിൽ ആ പെർട്ടിക്കുലർ കളക്ഷന്റെ ഇൻഫിമം എന്താണോ അതാണ് സീക്വൻസിന്റെ ലിമിറ്റ് ആയിട്ട് വരിക. പലപ്പോഴും എക്സാമിന് ഞാൻ ഒരു എറർ നിങ്ങൾ വരുത്തുന്നതായിട്ട് കണ്ടിട്ടുള്ളത്, മോണോട്ടോൺ കൺവേർജൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറയുമ്പോൾ ഫസ്റ്റ് പാർട്ട് മാത്രം എഴുതും. A monotonic sequence of real numbers is convergent if and only if it is bounded എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആയില്ല. ഓക്കെ, അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണെങ്കിൽ സുപ്രീമം ആണ് ലിമിറ്റ്, മോണോട്ടോണിക് ഡിക്രീസിംഗ് ആണെങ്കിൽ ഇൻഫിമം ആണ് ലിമിറ്റ് എന്നുകൂടി എഴുതണം. അപ്പോഴേ ആ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ആദ്യത്തെ സെന്റൻസ് മാത്രം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുള്ളൂ. കംപ്ലീറ്റ് കിട്ടണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഫുൾ ആയിട്ട് തന്നെ കൺസീവ് ചെയ്ത് കറക്റ്റ് ആയിട്ട് എഴുതണം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് 2 സൈഡ് പ്രൂവ് ചെയ്യാനുണ്ട് അല്ലെ. അതിൽ ഒരു സൈഡ് പക്ഷെ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. സീക്വൻസ് മോണോട്ടോണിക് ആവോ അല്ലാതെ ആവോ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, കൺവേർജന്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആണ് എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മോണോട്ടോണിക് സീക്വൻസുകളുടെ കേസിലും ട്രൂ ആണ്, എല്ലാ സീക്വൻസിനും ട്രൂ ആണ്. അപ്പൊ ഇൻ പർട്ടിക്കുലർ മോണോട്ടോണിക് സീക്വൻസുകൾക്കും അത് ട്രൂ ആണ്. അപ്പൊ കൺവേർജന്റ് ആണെങ്കിൽ ബൗണ്ടഡ് എന്നുള്ള പാർട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പൊ അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ബൗണ്ടഡ് ആണെങ്കിൽ കൺവേർജന്റ് ആണ് എന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ മോണോട്ടോണിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ 2 തരം ഉണ്ട്. മോണോട്ടോണിക് ഇൻക്രീസിംഗും ഉണ്ട്, ഡിക്രീസിംഗും ഉണ്ട്. ഞാനിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് മോണോട്ടോണിക് ഇൻക്രീസിംഗിന്റെ കേസാണ്. അത് അതേപോലെ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്താൽ മോണോട്ടോണിക് ഡിക്രീസിംഗിന്റെ കേസും പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് അസ്യൂം ചെയ്യാം? മോണോട്ടോണിക് ഇൻക്രീസിംഗ് സീക്വൻസ് ആണ് എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ സീക്വൻസ് എക്സ് ഈക്വൽ ടു എക്സ് എൻ എന്ന് പറയുന്നത് ബൗണ്ടഡ് സീക്വൻസ് ആണ്, അത് ഇൻക്രീസിംഗും ആണ്. ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഇൻക്രീസിംഗ് സീക്വൻസ് ആണ്. ഇതാണ് എന്റെ അസംഷൻ. ബൗണ്ടഡ് സീക്വൻസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? There exists a capital M such that xn is less than or equal to capital M for every n element of n. Bounded above, bounded ആണ് എന്ന് പറയുമ്പോൾ ഇൻക്രീസിംഗ് സീക്വൻസ് ആണ്, അതുകൊണ്ട് അത് ബൗണ്ടഡ് above ആണ്. സോ xn is less than or equal to m. ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു m ഉണ്ട്. ഇനി ബൗണ്ടഡ്നെസ് തിയറം അനുസരിച്ച് നമുക്ക് എന്തറിയാം? ബൗണ്ടഡ് ആണ് എങ്കിൽ അതിന്, ബൗണ്ടഡ് എബവ് ആണ് എങ്കിൽ അതിന് സുപ്രീമം ഉണ്ട്. ബൗണ്ടഡ് ആണെങ്കിൽ സുപ്രീമവും ഇൻഫിമവും ഉണ്ട്. അപ്പൊ ഇത് ബൗണ്ടഡ് എബവ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ സെറ്റിന് സുപ്രീമം ഉണ്ട്. ആ സുപ്രീമം ആണ് എക്സ് സ്റ്റാർ എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. സെറ്റ് എക്സ് എന്നിന്റെ സുപ്രീമം ആണ് എക്സ് സ്റ്റാർ. എന്റെ ക്ലെയിം ഈ എക്സ് സ്റ്റാർ ആണ് സീക്വൻസിന്റെ ലിമിറ്റ് എന്നാണ്. ഓക്കെ, അപ്പൊ ലിമിറ്റ് എക്സ് എൻ എക്സ് സ്റ്റാർ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ കൺവേർജൻസിന്റെ ഡെഫിനിഷൻ പറയുന്നത് എന്താണ്? ഒരു സീക്വൻസ് എക്സ് എൻ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ given epsilon greater than 0 there exists a k such that modulus of xn minus x is less than epsilon for every n greater than or equal to k. ഇതാണ് എനിക്ക് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ സീക്വൻസ് എക്സ് എൻ എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നാണ് എനിക്ക് കാണിക്കേണ്ടത്.
എക്സൻ എക്സ് സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് കാണിക്കണമെങ്കിൽ ഒരു എപ്സിലോൺ തന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഒരു കെ കണ്ടുപിടിക്കണം. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് xn minus x star is less than epsilon for every n greater than or equal to k. ഇതാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അതിന് എക്സ് സ്റ്റാർ എന്ന് പറയുന്നത് സുപ്രീമം ആണ് അല്ലെ. അപ്പൊ ഏതെങ്കിലും ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 തന്നാൽ എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് അപ്പർ ബൗണ്ട് അല്ല. സുപ്രീമം എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ എക്സ് സ്റ്റാറിന്റെ താഴെ ഉള്ളതൊന്നും അപ്പർ ബൗണ്ട് അല്ല. അതായത് എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് അല്ല. അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഈ സെറ്റിലെ ഏതെങ്കിലും ഒരു ടേം അതിനേക്കാൾ വലുതാണ്. ആ വലുതായിട്ടുള്ള ടേം അതാണ് എക്സ് കെ എന്ന് വിചാരിക്കുക. ഓക്കെ, എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ഇസ് ലെസ് ദാൻ എക്സ് കെ. ഇങ്ങനെ ഒരു എക്സ് കെ ഉണ്ട്. എന്താ കാരണം? എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് അല്ല. അപ്പൊ അതിനേക്കാൾ വലിയ ഒരാളെങ്കിലും ഉണ്ട്. ആ വലിയ ആളാണ് എക്സ് കെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം ഈ സീക്വൻസിന്റെ ഒരു സ്വഭാവം എന്താണ്? സീക്വൻസ് മോണോട്ടോണിക് ഇൻക്രീസിംഗ് സീക്വൻസ് ആണ്. മോണോട്ടോൺ ഇൻക്രീസിംഗ് സീക്വൻസ് ആണ്. അപ്പൊ എക്സ് കെയിന് ശേഷം വരുന്ന എല്ലാ ടേംസും എക്സ് കെയിനേക്കാൾ വലുതായിരിക്കുമല്ലോ. എക്സ് കെയിനേക്കാൾ വലുതാണ് എക്സ് കെ പ്ലസ് 1, അതിനേക്കാൾ വലുതാണ് എക്സ് കെ പ്ലസ് 2. അപ്പൊ ഇനി വരുന്ന ടേംസ് ഒക്കെ എക്സ് കെയിനേക്കാൾ വലുതാണ്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് എന്ത് പറയാം? എക്സ് സ്റ്റാർ മൈനസ് എക്സ് എപ്സിലോൺ ഇസ് ലെസ് ദാൻ എക്സ് കെ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. എക്സ് കെയിനേക്കാൾ വലുതാണ് അതിനുശേഷം വരുന്ന എല്ലാ എക്സ് എന്നുകളും. സോ എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇനി എക്സ് സ്റ്റാർ എന്ന് പറയുന്നത് അപ്പർ ബൗണ്ട് അല്ലേ. അപ്പൊ സീക്വൻസിലെ എല്ലാ ടേംസും എക്സ് സ്റ്റാറിനേക്കാൾ ചെറുതായിരിക്കുമല്ലോ. അതുകൊണ്ട് എക്സ് എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്റ്റാർ. ഇനി എക്സ് സ്റ്റാർ എന്ന് പറയുന്നത് ലെസ് ദാൻ എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോണുമാണ്. സോ എക്സ് എൻ ഇസ് ലെസ് ദാൻ എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോൺ. അപ്പൊ എക്സ് എൻ എവിടെയാണെന്ന് കിട്ടി? എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോണിനും എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോണിനും ഇടയിലാണ് എക്സ് എൻ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. That is, modulus of xn minus x star is less than epsilon for every n greater than or equal to k. ഇതല്ലേ കൺവേർജൻസിന്റെ കണ്ടീഷൻ? മോഡുലസ് ഓഫ് xn minus x star less than epsilon for every n greater than or equal to k. ഇപ്പൊ എപ്സിലോൺ തന്നപ്പോ ഇങ്ങനെ ഒരു k എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അതുകൊണ്ട് സീക്വൻസ് xn എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു കേസാണ് പ്രൂവ് ചെയ്തത്. ഏത് കേസാ പ്രൂവ് ചെയ്തത്? മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണെങ്കിൽ ബൗണ്ടഡും ആണെങ്കിൽ കൺവേർജന്റ് ആണ്. കൺവേർജന്റ് ആണെന്ന് മാത്രമല്ല അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് സുപ്രീമം എന്താണോ അതാണ് എന്നാണ് നമ്മളിപ്പോ പ്രൂവ് ചെയ്തത്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട് അല്ലെ, അതെന്താണ്? തിരിച്ച് ഡിക്രീസിംഗ് ആണെങ്കിൽ ഇൻഫിമം എന്താണോ അതാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിന് നമ്മളിപ്പോ പ്രൂവ് ചെയ്ത ഫസ്റ്റ് പാർട്ട് തന്നെ ഒന്ന് തിരിച്ചു ഉപയോഗിക്കാനുള്ളതേ ഉള്ളൂ. സീക്വൻസ് y ഈക്വൽ ടു yn ഇത് ഡിക്രീസിംഗ് സീക്വൻസ് ആണ് എന്നാണ് നമ്മുടെ അസംഷൻ. ബൗണ്ടഡുമാണ് ഡിക്രീസിംഗുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിന്റെ നെഗറ്റീവ് എടുക്കുന്നു. എക്സ് ഈക്വൽ ടു മൈനസ് വൈ എന്ന് ഡിഫൈൻ ചെയ്യാണ്. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻഇക്വാലിറ്റി തിരിയും അല്ലെ. അപ്പോൾ ഈ സീക്വൻസ് എക്സ് എന്ന് പറയുന്നത് മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആയിരിക്കും. സീക്വൻസ് എക്സ് മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി എന്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്? എക്സിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് അതിന്റെ സുപ്രീമം ആണ് എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ തന്നെ നമ്മൾ ഒരു കാര്യം പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ, എക്സ് ഈക്വൽ ടു മൈനസ് വൈ ആണെങ്കിൽ ലിമിറ്റ് എക്സ് സുപ്രീമം ഓഫ് മൈനസ് വൈ എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് വൈ എന്നിന്റെ നെഗറ്റീവ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സുപ്രീമം ഓഫ് മൈനസ് വൈ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിമം ഓഫ് വൈ എൻ എന്ന് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? വൈയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് മൈനസ് എക്സിന്റെ ലിമിറ്റ് ആണ്. ഓക്കെ, അതായത് സുപ്രീമം ഓഫ് മൈനസ് വൈ എൻ ഇസ് മൈനസ് ഇൻഫിമം ഓഫ് വൈ എൻ. അപ്പൊ വൈ കൺവേർജ് ചെയ്യുന്നത് ഇൻഫിമം വൈ എന്നിലേക്കാണ്. ലിമിറ്റ് വൈ എന്ന് പറയുന്നത് മൈനസ് ലിമിറ്റ് എക്സ് ആണ്. മൈനസ് ലിമിറ്റ് എക്സ് എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് വൈ എൻ ആണ്. സുപ്രീമം മൈനസ് വൈ എൻ എന്ന് പറയുന്നതാണ് ലിമിറ്റ് എക്സ്. അപ്പൊ അതിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നെഗറ്റീവ് വരും അല്ലെ. അപ്പൊ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിട്ട് ഇൻഫിമം വൈ എൻ എൻ എലമെന്റ് ഓഫ് എൻ എന്ന് കിട്ടും. അപ്പൊ സുപ്രീമത്തിന്റെ കേസ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതാണ് ഡിക്രീസിങ് സീക്വൻസിന്റെ ലിമിറ്റ് ഇൻഫിമം ആണ് എന്നുള്ളത്. ഓക്കെ,
അപ്പൊ മോണോട്ടോണിക് സീക്വൻസ് ആണെങ്കിൽ കൺവേർജന്റ് ആണ് എന്ന് കാണിക്കാൻ ബൗണ്ടഡ് ആണ് എന്ന് കാണിച്ചാൽ മതി. ലിമിറ്റ് വാല്യൂ എത്രയാണെന്ന് നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കേണ്ട ആവശ്യമേ ഇല്ല. ബൗണ്ടഡ് ആണ്, കൺവേർജന്റ് ആണ് എന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം കാണിച്ചാൽ മതി. ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷെ കൺവേർജന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എക്സാക്ട് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടതില്ല. അപ്പൊ ഇതുവരെയുള്ള മെത്തേഡ്സിൽ നിന്ന് ഇവിടെയുള്ള ഗുണം അതാണ്. നമ്മൾ ഇതുവരെ കണ്ട എല്ലാ മെത്തേഡിലും ലിമിറ്റ് ഇത്രയാണ് എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. ആ മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് ആയിരുന്നു. ഈ കേസിൽ നമുക്ക് ലിമിറ്റ് എത്രയാണെന്ന് അറിയില്ലെങ്കിൽ പോലും മോണോട്ടോണിക് ആണ്, ബൗണ്ടഡ് ആണ് എന്ന് കാണിച്ചാൽ കൺവേർജന്റ് ആണ് എന്ന് ഉറപ്പിക്കാൻ പറ്റും. ഇനി കൺവേർജന്റ് ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത് ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ചില സ്പെഷ്യൽ ടെക്നിക്സ് ഉണ്ട്. അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് ആദ്യം തന്നെ നമുക്ക് അറിയാമെങ്കിൽ അത് യൂസ് ചെയ്ത് ചില ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുള്ള പ്രോബ്ലംസിലേക്കാണ് ഇനി നമ്മൾ അടുത്തത് കടക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ എക്സാമ്പിൾ വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ലിമിറ്റ് 1/√10 0 ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് 1/√n എന്ന് പറഞ്ഞാൽ അത് മോണോട്ടോണിക് ഡിക്രീസിംഗ് സീക്വൻസ് ആണ്. ഫസ്റ്റ് ടേം എന്താ വരിക? 1 വരും. സെക്കൻഡ് ടേം 1/√2, തേർഡ് ടേം 1/√3, 1/√4 എക്സെട്ര അല്ലെ. അപ്പൊ ഇത് മോണോട്ടോണിക്കലി ഡിക്രീസിംഗ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. മോണോട്ടോണിക് ഡിക്രീസിംഗ് സീക്വൻസ് ആണെങ്കിൽ അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ആ സെറ്റിന്റെ ഇൻഫിമം എന്താണോ അതാണ്. ഇത് 1, 1/2, 1/3, 1/4 എക്സെട്ര എന്നുള്ള ടേംസ് ഉള്ള വേറെയും കുറെ കൂടി കൂടുതൽ ടേംസ് ഉള്ള ഒരു സീക്വൻസ് ആണ് അല്ലെ. അത് സീറോയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. മോണോട്ടോണിക് ഡിക്രീസിംഗ് ആണ്, സീറോയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ഇൻഫിമം 0 ആണ് എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് 1/√10 0 ആണ്. അപ്പൊ ലിമിറ്റ് 1/√10 ഷോ ദാറ്റ് ലിമിറ്റ് 1/√10 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തേ വേണ്ടു? 1/√10 മോണോട്ടോണിക് ഡിക്രീസിംഗ് ആണ് എന്ന് എഴുതുക. മോണോട്ടോണിക് ഡിക്രീസിംഗ് സീക്വൻസ് ആണ്, ബൗണ്ടഡ് ആണ്. 0നും 1നും ഇടയ്ക്കാണ് ഇതിന്റെ എല്ലാ വാല്യൂസും. അതുകൊണ്ട് അത് കൺവേർജന്റ് ആണ്. അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ സെറ്റിന്റെ ഇൻഫിമം ആണ്. സെറ്റ് ഏതാണ്? 1, 1/√2, 1/√3, 1/√4 എക്സെട്ര. ഈ സെറ്റിന്റെ ഇൻഫിമം 0 ആണ് എന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ വി ഗെറ്റ് ലിമിറ്റ് 1/√10 ഈക്വൽ ടു 0. ഇവിടെ എപ്സിലോണും കെയും ഡെൽറ്റയും ഒന്നും എടുക്കാതെ തന്നെ നമുക്ക് നേരിട്ട് പറയാൻ പറ്റും ലിമിറ്റ് 1/√10 0 ആണ്. ഇനി അടുത്തത് കൺവേർജന്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യാനും നമുക്ക് ഈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 1 + 1/2 + 1/3 + എക്സെട്ര + 1/n ഇത് nth ടേം ആയിട്ട് വരുന്ന സീക്വൻസ് കൺസിഡർ ചെയ്യുക. ഇതിനെ നമ്മൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എന്നാണ് പറയുക. സീരീസിന്റെ കൺസെപ്റ്റ് ഓർക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഇത് കണ്ടിട്ടുള്ളതാണ്. 1 + 1/2 + 1/3 + എക്സെട്ര എന്ന് പറയുന്ന സീരീസിന്റെ n ടേംസിന്റെ സം എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ അത് ഒരു സീക്വൻസ് ആണ്. ആ സീക്വൻസിനെയാണ് നമ്മൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. അത് നമുക്ക് ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് അതൊന്ന് റീകോൾ ചെയ്തു, ഒന്ന് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. ഇവിടെ ഇത്ര അറിയണ്ടു. സീക്വൻസ് എക്സ് എന്ന് പറയുന്നത് nth ടേം എന്ന് പറയുന്ന 1 + 1/2 + 1/3 + എക്സെട്ര + 1/n ആണ്. ഈ സീക്വൻസ് മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ്. എന്താ കാരണം? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1, സെക്കൻഡ് ടേം എന്താണ്? 1ന്റെ കൂടെ ഒരു 1/2 കൂടി ആഡ് ചെയ്യുന്നു. 1ന്റെ കൂടെ ഒരു ടേം ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്തായാലും കൂടുകയല്ലേ ഉള്ളൂ. പോസിറ്റീവ് ടേം ആഡ് ചെയ്യുമ്പോൾ കൂടുകയുള്ളൂ. അപ്പൊ സെക്കൻഡ് ടേം അതിൽ വലുതാണ്. തേർഡ് ടേം എന്ന് പറഞ്ഞാലോ ഈ കിട്ടിയിരിക്കുന്ന ആൻസറിന്റെ കൂടെ ഒരു 1/3 കൂടി ആഡ് ചെയ്യുന്നു, ഒരു പോസിറ്റീവ് ടേം ആഡ് ചെയ്യുന്നു. അപ്പൊ വീണ്ടും കൂടുകയല്ലേ ചെയ്യാം. ഇപ്പൊ ഡെഫിനിഷനിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആണ്, ഈ സീക്വൻസ് മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ്. ഇൻക്രീസിംഗ് ആണ് എന്ന് പറയാൻ നമുക്ക് വേറെയും മെത്തേഡ് ഉപയോഗിക്കാം. n+1th ടേമിൽ നിന്ന് nth ടേം സബ്ട്രാക്ട് ചെയ്യുക. xn + 1 - xn എന്ന് പറഞ്ഞാൽ എന്താ വരിക? xn എന്ന് പറഞ്ഞാൽ 1 മുതൽ 1/n വരെ ഉള്ളതിന്റെ സം. xn + 1 എന്ന് പറഞ്ഞാൽ 1 മുതൽ 1/n+1 വരെ ഉള്ളതിന്റെ സം. അപ്പൊ ഇതിന്റെ രണ്ടിനും കൂടി ഡിഫറൻസ് എടുത്താൽ എന്താ സംഭവിക്കുക? 1 മുതൽ 1/n വരെയുള്ള ടേംസ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1/n+1 എന്ന് വരും, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ xn + 1 - xn ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? xn + 1 ഗ്രേറ്റർ ദാൻ xn ആണെന്ന് പറയാം. അങ്ങനെയും ഈ സീക്വൻസ്
മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത് മോണോട്ടോണിക് ഇൻക്രീസിംഗ് സീക്വൻസ് ആണ്. മോണോട്ടോൺ സീക്വൻസ് ആണെങ്കിൽ കൺവേർജന്റ് ആവണമെങ്കിൽ എന്ത് വേണം? ബൗണ്ടഡ് ആയിരിക്കണം അല്ലെ? അപ്പൊ ഈ സീക്വൻസ് ബൗണ്ടഡ് അല്ല എന്ന് പ്രൂവ് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ സീക്വൻസ് കൺവേർജന്റ് അല്ല എന്ന് കിട്ടും. അപ്പൊ കൺവേർജന്റ് അല്ല എന്ന് കാണിക്കാനായിട്ട് ബൗണ്ടഡ് അല്ല എന്നാണ് ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിന് ഇതിന്റെ x2n ടേം എടുക്കുകയാണ്. ഓക്കെ, xn എന്ന് പറഞ്ഞാൽ n എത്ര വേണമെങ്കിൽ വലുതാവാലോ. ഇൻ പർട്ടിക്കുലർ n എന്ന് പറയുന്നത് 2n ആണ് എന്റെ കേസിൽ. ഓക്കെ, അപ്പൊ ഈ സീക്വൻസിന്റെ 2n ടേം ഞാൻ എടുക്കുകയാണ്. 2n ടേം എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1 + 1/2 + 1/3 എവിടെ വരെ പോണം? 1/2n വരെയുള്ള ടേംസ് ആഡ് ചെയ്യണം. അതാണ് നമ്മുടെ 2n ടേം. ഈ സീക്വൻസിന്റെ 2n ടേം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഈ ടേംസിനെ ഞാനൊരു പ്രത്യേക രീതിയിൽ ഗ്രൂപ്പ് ചെയ്യാണ്. ഫസ്റ്റ് ടേം 1, അത് അവിടെ ഒറ്റയ്ക്ക് നിന്നോട്ടെ. രണ്ടാമത്തെ ടേം 1/2, അതും അവിടെ നിന്നോട്ടെ. അടുത്ത സ്റ്റേജിൽ നിന്ന് 1/3ഉം 1/4ഉം അടുത്ത രണ്ട് ടേംസിനെ ഞാൻ ഒന്നിച്ച് ഒരു സെറ്റ് ആക്കി. 1/3ഉം 1/4ഉം. ഓക്കെ, അടുത്ത 4 ടേംസിനെ ഞാൻ ഒന്നിച്ച് ഒരു സെറ്റ് ആക്കി. 4 ടേംസ് എന്ന് പറഞ്ഞാൽ 1/5 + 1/6 + 1/7 + 1/8. ഇതിനെ 4നെയും കൂടി ഞാൻ ഒരു സെറ്റ് ആക്കി. ഞാനിവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ 2വിന്റെ പവേഴ്സ് എടുക്കുകയാണ്. അത്രയും ടേംസിനെ ഒന്നിച്ച് ഒരു സെറ്റ് അങ്ങനെ ആക്കി പോവുകയാണ്. അങ്ങനെ ആക്കി പോയി കഴിയുമ്പോൾ 1/2n-1 വരെയുള്ളത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിലായിട്ടുണ്ടാവും അല്ലെ? 1/2 വരെയുള്ളത് 1, 1/4 വരെയുള്ളത് അടുത്ത സെറ്റ് എടുത്തു. അവിടെ മുതൽ 1/8 വരെയുള്ളത് അടുത്ത സെറ്റ് എടുത്തു. അങ്ങനെ എടുത്തെടുത്ത് പോകുമ്പോൾ 1/2n-1 വരെയുള്ളത് ഒരു സെറ്റായി. പിന്നെ ഉള്ള ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2n-1 + 1, അടുത്തത് 1/2n-1 + 2, അങ്ങനെ 1/2n വരെയുള്ള ടേംസിനെ ഒരു സെറ്റ് ആക്കി. അപ്പൊ ഈ സെറ്റിൽ എത്ര ടേംസ് ഉണ്ടാവും? 2n-1 ടേംസ് ഉണ്ടാവും അവിടെ. ഓക്കെ, ഇവിടെ ഒരു ടേം, ഇവിടെ 2 ടേം, അടുത്തതില് 2², 4 ടേം. അങ്ങനെ പറഞ്ഞു വരുമ്പോ ഇവിടെ 2n-1 ടേംസ് ആണ് ഈ അവസാനത്തെ സെറ്റിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി ആദ്യത്തെ ടേം 1 അങ്ങനെ തന്നെ എഴുതി. സെക്കൻഡ് ടേം 1/2 അങ്ങനെ തന്നെ എഴുതി. അടുത്ത ഗ്രൂപ്പില് വരുന്ന എല്ലാ ടേംസും 1/4നേക്കാൾ വലുതാണ്. എന്താ കാരണം? 1/3ഉം 1/4ഉം ആ രണ്ട് ടേംസാ ഇവിടെ ഉള്ളത് അല്ലെ? ഡിനോമിനേറ്റർ വലുതാകുമ്പോ നമ്പർ ചെറുതാകും. ഈ സെറ്റിലത്തെ ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ ആണ്, ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ആണ് 4. അതുകൊണ്ട് ഏറ്റവും ചെറിയ നമ്പർ ആണ് 1/4. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സെറ്റ് എടുത്താൽ അവിടെയുള്ള നമ്പേഴ്സ് ഒക്കെ 1/4നേക്കാൾ ചെറുതായിരിക്കും. അപ്പൊ ഞാൻ 1/3ക്ക് പകരം 1/4 എന്ന് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇത് ചെറുതാണ് അല്ലെ? അതായത് ഈ ടേം വലുതാണ്. സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വരിക. അപ്പൊ 1 അങ്ങനെ തന്നെ എഴുതി, 1/2 അങ്ങനെ തന്നെ എഴുതി. ഈ രണ്ട് ടേംസിനെ ഞാൻ 1/4 വെച്ച് റീപ്ലേസ് ചെയ്തപ്പോ 1/4 + 1/4 എന്നായി. അപ്പോ ഈക്വാലിറ്റി ഇനീക്വാലിറ്റി ആയി, ഗ്രേറ്റർ ദാൻ എന്നായി. അതേപോലെ nth ടേമിൽ എത്തുമ്പോൾ ഇവിടെ എനിക്ക് എത്ര ടേംസ് ഉണ്ട്? 2n-1 ടേംസ് ഉണ്ട് ഇവിടെ. ഈ 2n-1 ടേംസും ഏതിനേക്കാൾ ചെറുതായിരിക്കും? 1/2n ചെറുതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ എല്ലാ ടേംസിനെയും ഞാൻ 1/2n കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ മുകളിലത്തെ സം ആയിരിക്കും വലുത്. കാരണം അതിലത്തെ ഓരോ ടേമിനേക്കാളും ചെറിയൊരു ടേം വെച്ചാണ് ഞാനിപ്പോ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒറിജിനൽ സം ആയിരിക്കും വലുത്. അപ്പൊ ഈ എല്ലാ ടേംസിനെയും ഞാൻ 1/2n കൊണ്ട് റീപ്ലേസ് ചെയ്ത് എഴുതി. അപ്പൊ എന്റെ ഈക്വാലിറ്റി എന്തായി? ഇനീക്വാലിറ്റി ആയി, ഗ്രേറ്റർ ദാൻ എന്നായിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1 അതുപോലെ തന്നെ എഴുതി, 1/2 അങ്ങനെ തന്നെ എഴുതി. ഇവിടെ എന്താണ്? 1/4 + 1/4 which is 1/2. ഓക്കെ, അടുത്ത ടേം എന്താ വരിക? 1/8 വെച്ചായിരിക്കും ഞാൻ അവിടെ റീപ്ലേസ് ചെയ്തിരിക്കുക. എത്ര 1/8 വന്നിട്ടുണ്ടാവും? 4 1/8കൾ ഉണ്ടാവും അല്ലെ? അപ്പൊ 4 1/8 കൂടി ആഡ് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുന്നത്? 4/8 എന്ന് കിട്ടും, which is again 1/2. ഓക്കെ, അങ്ങനെ വന്ന് ഈ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താവും? ഇവിടെ എനിക്ക് 2n-1 ടേമുകൾ ഉണ്ട്.
അത് ഓരോന്നും എന്താണ് 1/2 raised to n തന്നെയാണ്. അപ്പൊ ഈ ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ എന്താ വരിക 2 raised to n minus 1 into 1/2 raised to n എന്ന് വരും. ഓക്കെ, സോ 2 raised to n minus 1 into 1/2 raised to n. ആ ടേം എന്താണെന്ന് വേണമെങ്കിൽ ഒന്ന് എഴുതി കാണിക്കാം. 1/2 raised to n plus 1/2 raised to n plus etc plus 1/2 raised to n. ഇതാണ് അല്ലേ? എത്ര തവണയുണ്ട് ഇത്? 2 raised to n minus 1 times വന്നിട്ടുണ്ട്. അപ്പൊ ഈ ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ 2 raised to n minus 1 into 1/2 raised to n എന്നാണ് വരിക. അപ്പൊ 2 raised to n minus 1 അത്രയും പവേഴ്സ് ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി എന്താ വരിക? 1/2 എന്ന് തന്നെ വരും. ഓക്കെ, അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നതും ഈക്വൽ ടു 1/2 ആണ്. അപ്പൊ എത്ര 1/2 വന്നിട്ടുണ്ട് എനിക്ക്? 2ന്റെ പവർ 1 മുതൽ 2ന്റെ പവർ n വരെ അത്രയും 1/2കൾ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ n 1/2കൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ എനിക്ക് n/2 എന്ന് കിട്ടും. സോ x raised to 2n is greater than 1 plus n/2 എന്നാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇനി n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണ്, അത് അൺബൗണ്ടഡ് ആണ്. n അൺബൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ അതിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, അത് അപ്പോഴും അൺബൗണ്ടഡ് തന്നെയാണ് ആയിരിക്കുക. സോ n/2 അൺബൗണ്ടഡ് ആണ്. അതിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് 1 ആഡ് ചെയ്തത് കൊണ്ട് ബൗണ്ടഡ്നെസ്സിന് എന്തെങ്കിലും ചേഞ്ച് വരുമോ? അവിടെയും ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ 1 plus n/2 എന്ന് പറയുന്നത് അൺബൗണ്ടഡ് ആണ്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു അൺബൗണ്ടഡ് സീക്വൻസിനേക്കാളും വലുതാണ് ഇതിന്റെ nth ടേം അല്ലെ? അപ്പോ ഈ സീക്വൻസ് xn എന്ന് പറയുന്നത് അൺബൗണ്ടഡ് ആണ്. മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ്, അൺബൗണ്ടഡ് ആണ്. അപ്പൊ മോണോട്ടോൺ കൺവേർജൻസ് തിയറത്തിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സീക്വൻസ് കൺവേർജന്റ് അല്ല. ഓക്കെ, കൺവേർജന്റ് ആയിരുന്നെങ്കിൽ ബൗണ്ടഡ് ആയേനെ. ബൗണ്ടഡ് അല്ല എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. P implies Q ആണെങ്കിൽ നെഗേഷൻ ഓഫ് Q implies നെഗേഷൻ ഓഫ് P എന്നുള്ള അവസ്ഥ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബൗണ്ടഡ് അല്ല, അപ്പൊ അതുകൊണ്ട് കൺവേർജന്റ് ആവാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് സീക്വൻസ് xn കൺവേർജന്റ് അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഈ സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അടുത്തത് ഐട്രേറ്റീവായി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു സീക്വൻസ് ആണ്. ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം x1 എന്ന് പറയുന്നത് 2 ആണ്. x1 ഈക്വൽ ടു 2. പിന്നെയുള്ള ടേംസിനെയൊക്കെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് xn plus 1 is equal to xn plus 1 ന്റെ ഡെഫിനിഷൻ എന്താണ്? 2 plus 1 by xn. 2 plus 1 by xn എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സീക്വൻസ് എന്താ വരിക? ഫസ്റ്റ് ടേം 2 വരും, സെക്കൻഡ് ടേം എന്താ വരിക? 2 plus 1/2 എന്ന് വരും അല്ലെ? 2 plus 1/2 ഈക്വൽ ടു 5/2 എന്നായിരിക്കും സെക്കൻഡ് ടേം വരിക. തേർഡ് ടേം x3 എന്താ വരിക? x3 is equal to 2 plus 1 by x2 അല്ലെ? ഈക്വൽ ടു 2 plus 1 by x2 എന്ന് പറഞ്ഞാൽ x2 is 5/2. അപ്പൊ 1 by x2 എന്ന് പറഞ്ഞാൽ 2/5 ഈക്വൽ ടു 10 plus 2 12/5. ഇതാണ് തേർഡ് ടേം. അങ്ങനെ പോകുന്ന സീക്വൻസ് ആണ് സീക്വൻസ് xn. ഓക്കെ, x1 ഈക്വൽ ടു 2, അടുത്ത ടേം 2 plus 1/2 which we have evaluated as 5/2. അടുത്ത ടേം എന്ന് പറഞ്ഞാൽ വീണ്ടും 2 plus 5/2ന്റെ റിവേഴ്സ്, അതായത് 2 plus 2/5 എന്ന് വരും, which is 12/5, so on. ഓക്കെ, ഇത് മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ്. എന്താ കാരണം? മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണെന്ന് പറയാൻ കാരണം നമ്മൾ ഓരോ സ്റ്റേജിലും ഒരു ടേം ആഡ് ചെയ്താണ് പോകുന്നത് അല്ലെ? അപ്പൊ മോണോട്ടോൺ ഇൻക്രീസിംഗ് ആണ്. ഈ സീക്വൻസിന് ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ് x ആണ് എന്ന് വിചാരിക്കുക. ഈ സീക്വൻസ് കൺവേർജന്റ് ആണ് എന്ന് വിചാരിക്കുക. കൺവേർജന്റ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് നേരിട്ട് ഇതിന്റെ ലിമിറ്റ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കൺവേർജന്റ് ആണ്, സീക്വൻസ് xn കൺവേർജന്റ് ആണ്, അത് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സീക്വൻസ് xn കൺവേർജന്റ് ആണ്, ഇറ്റ് കൺവേർജസ് ടു x എന്ന് അസ്യൂം ചെയ്യാം. സീക്വൻസ് xn എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുവെങ്കിൽ xn plus 1 എങ്ങോട്ട് കൺവേർജ് ചെയ്യും? അത് ഇതിന്റെ ടെയിൽ സീക്വൻസ് ആണ് അല്ലെ? തൊട്ടടുത്ത ടേംസ് മുതൽ കൺസിഡർ ചെയ്യുന്ന സീക്വൻസ് ആണ്, അതും എക്സിലേക്ക് തന്നെ കൺവേർജ് ചെയ്തേ പറ്റുള്ളൂ. ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് എന്തറിയാം? xn plus 1 is equal to 2 plus 1 by xn എന്ന് എനിക്കറിയാം. ഇതിന്റെ രണ്ട് സൈഡിലും ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക?
limit xn plus 1 equal to 2 plus 1 by limit xn എന്ന് വരും. ഇങ്ങനെ എഴുതാൻ കാരണം എന്താണ്? കോൺസ്റ്റൻസിന്റെ ഒക്കെ ലിമിറ്റ് അത് തന്നെയാണ്. ഓക്കെ, ഇനി ലിമിറ്റ് xn plus 1 എന്ന് പറയുന്നത് x ആണ്. 2 plus 1 by limit xn എന്ന് പറയുന്നതും x ആണ്. So x equal to 2 plus 1 by x എന്ന് കിട്ടും. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? x equal to, ഇവിടെ x LCM എടുക്കുകയാണെങ്കിൽ 2x plus 1 by x, which implies x square equal to 2x plus 1, which implies x square minus 2x minus 1 equal to 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇൻ എക്സ് ആണ് അല്ലെ? ഒരു ക്വാഡ്രാറ്റിക് ഇൻ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്ത് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയുന്നത് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ വിച്ച് ഇസ് 4 മൈനസ് 4 into 1 into minus 1 divided by 2 into 1 അല്ലെ? ഈക്വൽ ടു 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 8, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും, റൂട്ട് 8 by 2 ഈക്വൽ ടു റൂട്ട് 8 എന്ന് പറഞ്ഞാൽ 2 root 2 ആണ് അല്ലെ? അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 എന്ന് വരും. അപ്പൊ എക്സിന്റെ വാല്യൂ 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 ആണ്. ഇതില് 1 മൈനസ് റൂട്ട് 2 ആകില്ല. എന്താ കാരണം? ഈ സീക്വൻസ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് പോസിറ്റീവ് ടേംസ് ആണ് അല്ലെ? ഇവിടെ എവിടെയും മൈനസ് സൈൻ വരുന്നില്ല. സീക്വൻസ് ഓഫ് പോസിറ്റീവ് ടേംസ് ആണ്. സീക്വൻസ് ഓഫ് പോസിറ്റീവ് ടേംസ് ആണെങ്കിൽ അത് ഒരിക്കലും ഒരു നെഗറ്റീവ് നമ്പറിലേക്ക് കൺവേർജ് ചെയ്യില്ല എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. റൂട്ട് 2 1നേക്കാൾ വലുതാണ് അല്ലെ? അപ്പൊ 1 മൈനസ് റൂട്ട് 2 എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ഒരു പോസിറ്റീവ് സീക്വൻസിന് ഒരു നെഗറ്റീവ് നമ്പറിലേക്ക് കൺവേർജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് എക്സ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 എന്നുള്ളതിലെ 1 മൈനസ് റൂട്ട് 2 എന്നുള്ള വാല്യൂ നമുക്ക് ഒഴിവാക്കാം. അപ്പൊ എവിടേക്കാണ് കൺവേർജ് ചെയ്യുക? എക്സ് 1 പ്ലസ് റൂട്ട് 2വിലേക്കായിരിക്കും കൺവേർജ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ മൊണോട്ടോൺ സീക്വൻസുകൾ ആണെങ്കിൽ കൺവേർജൻസിന് ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണിത്. ലിമിറ്റ് ഏതാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഫാക്ട് യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് ലിമിറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അതേപോലത്തെ തന്നെയാണ് അടുത്ത ഒരു സാമ്പിൾ പ്രോബ്ലം. വീണ്ടും സീക്വൻസ് yn എന്ന് പറയുന്നത് ഐട്രേറ്റീവ്ലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. അതിന്റെ ഫസ്റ്റ് ടേം 1 ആണ്. y1 is equal to 1. yn plus 1 ഡിഫൈൻ ചെയ്യുന്നത് 2yn plus 3 divided by 4 എന്നാണ്. 2yn plus 3 divided by 4 അതാണ് nth ടേം തന്നിട്ട് അതിൽ നിന്ന് n plus 1th ടേം കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് y ഈക്വൽ ടു 3/2 എന്നാണ്. ഇതാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് ആദ്യം കാണിക്കണം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലിമിറ്റ് y ആണ് എന്ന് എടുക്കാം. എന്നിട്ട് തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ yn plus 1ന്റെ ലിമിറ്റും y ആണ്, ന്റെ ലിമിറ്റും y ആണ്. അപ്പൊ രണ്ടിടത്തും ഞാൻ y എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ y-യുടെ വാല്യൂ എനിക്ക് കിട്ടും. പക്ഷെ അത് ചെയ്യാൻ പറ്റണമെങ്കിൽ ആദ്യം എന്ത് വേണം? അങ്ങനെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം അല്ലെ? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലല്ലേ നമുക്ക് ആ വാല്യൂ എടുക്കാൻ പറ്റുള്ളൂ. എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാനായിട്ട് മൊണോട്ടോണിക് ആണ്, ബൗണ്ടഡ് ആണ്, ഇത് രണ്ടുമാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇവിടെ ഫസ്റ്റ് ടേം y1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ y2 എന്ത് വരും? yn plus 1ന്റെ ഫോർമുല 2yn plus 3 divided by 4 എന്നാണ്. അപ്പൊ y1 ഈക്വൽ ടു 1 ആണ്. അപ്പൊ y2 ഈക്വൽ ടു എന്താ വരിക? 2 into y1 അതായത് 2 plus 3 by 4 ഈക്വൽ ടു ഇവിടെ 5/4 വരും അല്ലെ? 5/4 is greater than y1. So y1 is less than y2 എന്നുള്ളത് സാറ്റിസ്ഫൈഡ് ആണ്. y1 is less than y2. മാത്രമല്ല ഇത് എന്തിനേക്കാൾ ചെറുതാണ്? 5/4 എന്ന് പറഞ്ഞാൽ 2വിനേക്കാൾ ചെറുതാണ് അല്ലെ? അപ്പൊ അത് ലെസ് ദാൻ 2ഉമാണ്. ഞാൻ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് കാണിക്കാൻ പോവാണ്. സീക്വൻസ് മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ് എന്നും ബൗണ്ടഡ് ആണ് എന്നും. അപ്പൊ ആദ്യത്തെ രണ്ട് നമ്പേഴ്സിന്റെ സീക്വൻസിൽ ആദ്യത്തെ നമ്പേഴ്സിന്റെ കേസിൽ നോക്കിയാൽ y1 ലെസ് ദാൻ y2 എന്നുള്ളതും ട്രൂ ആണ്. ആ ടേംസ് 2വിനേക്കാൾ ചെറുതാണ് എന്നുള്ളതും ട്രൂ ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് 2 ടേംസിന് മോണോട്ടോണിക് ഇൻക്രീസിംഗ് എന്നുള്ളതും ബൗണ്ടഡ് എന്നുള്ളതും ട്രൂ ആണ്.
ഇനി ഞാൻ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ ബേസിക് അസംഷൻ അനുസരിച്ച് yk വരെയുള്ള ടേംസ് മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ് എന്നും yk ലെസ് ദാൻ 2 എന്ന് പറയുന്നത് ട്രൂ ആണ് എന്നും വിചാരിക്കുക. ഇത് ഉപയോഗിച്ച് ഞാൻ yk പ്ലസ് 1 ബൗണ്ടഡ് ആണ്, അത് മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ് എന്നാണ് കാണിക്കാൻ പോകുന്നത്. yk പ്ലസ് 1 ബൈ ഡെഫിനിഷൻ എന്താണ്? yk പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2yk പ്ലസ് 3 ബൈ 4. അതില് yk ലെസ് ദാൻ 2 ആണ് എന്ന് എനിക്കറിയാം അല്ലെ. അപ്പൊ yk പകരം ലെസ് ദാൻ 2 എന്നുള്ള ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഇത് എന്താവും? 2 into 2 4. 4 പ്ലസ് 3 ബൈ 4 എന്നാവും. അതായത് 7 by 4 എന്നാവും, which is less than 1 by 2. ഓക്കെ, അപ്പൊ y1 ഉം y2 ഉം 2വിനേക്കാൾ ചെറുതാണ്. yk 2വിനേക്കാൾ ചെറുതാണെങ്കിൽ yk പ്ലസ് 1 2വിനേക്കാൾ ചെറുതാണ് എന്ന് ഞാൻ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് എനിക്ക് എന്ത് പറയാം? yn is less than 2 for every n element of n എന്ന് പറയാം. അപ്പൊ സീക്വൻസ് ബൗണ്ടഡ് ആണ് എന്ന് എനിക്ക് കിട്ടി. ഇനി എനിക്ക് എന്ത് പ്രൂവ് ചെയ്യണം? സീക്വൻസ് മോണോട്ടോണിക് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതായത് yn ലെസ് ദാൻ yn പ്ലസ് 1 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. y1 ലെസ് ദാൻ y2 ആണ് എന്ന് ഞാൻ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. yk ലെസ് ദാൻ yk പ്ലസ് 1 ആണ് എന്ന് അസ്യൂം ചെയ്യാം. ഇത് ഉപയോഗിച്ച് എനിക്ക് എന്ത് കാണിക്കണം? yk പ്ലസ് 1 ലെസ് ദാൻ yk പ്ലസ് 2 ആണ് എന്ന് കിട്ടണം. അതിന് yk ലെസ് ദാൻ yk പ്ലസ് 1 ആണ്. അപ്പൊ എനിക്ക് രണ്ട് സൈഡിലും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൂടെ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 2yk ലെസ് ദാൻ 2yk പ്ലസ് 1 കിട്ടും. ഇനി രണ്ട് സൈഡിലും എനിക്ക് ഒരു 3 ആഡ് ചെയ്തൂടെ? അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 2yk പ്ലസ് 3 ഈസ് ലെസ് ദാൻ 2yk പ്ലസ് 1 പ്ലസ് 3 എന്ന് കിട്ടും. ഇതാണ് എന്തിന്റെ ഡെഫിനിഷൻ? yk പ്ലസ് 1. ഓക്കെ, രണ്ട് സൈഡിലും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട്. പോസിറ്റീവ് നമ്പർ ആണ് 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നും വരില്ല. സോ 2yk plus 3 divided by 4 is less than 2yk plus 1 plus 3 divided by 4. ഇത് എന്തിന്റെ ഡെഫിനിഷൻ ആണ്? yk plus 1ന്റെ ഡെഫിനിഷൻ ആണ്. ഇത് yk plus 2വിന്റെ ഡെഫിനിഷൻ ആണ്. So what we got is yk plus 1 is less than yk plus 2. Okay, അപ്പൊ y1 less than y2 ആണ് എന്ന് പ്രൂവ് ചെയ്തു. yk less than yk plus 1 ആണെങ്കിൽ yk plus 1 less than yk plus 2 ആണ് എന്നും പ്രൂവ് ചെയ്തു. അപ്പൊ ഇൻഡക്ഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാം? yn less than yn plus 1 for every n element of n എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ മോണോട്ടോണിക് സീക്വൻസ് ആണ്, ബൗണ്ടഡ് എബവ് ബൈ 2 ആണ്. അത് രണ്ടും കൂടി ചേർത്ത് പറയുമ്പോൾ മോണോട്ടോൺ കൺവേർജൻസ് തിയറം അനുസരിച്ച് എന്ത് പറയാം? ഈ സീക്വൻസ് കൺവേർജന്റ് ആണ് എന്ന് പറയാം. കൺവേർജന്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിന് ലിമിറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ സീക്വൻസ് yn-ന്റെ ലിമിറ്റ് y ആണ്. സീക്വൻസ് yn കൺവേർജസ് ടു y എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇനി എന്ത് വേണം? ആ y-യുടെ വാല്യൂ കണ്ടുപിടിക്കണം. yn കൺവേർജസ് ടു y ആണെങ്കിൽ yn പ്ലസ് 1ഉം എങ്ങോട്ട് തന്നെ കൺവേർജ് ചെയ്യും? y-ലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. അപ്പൊ ഞാൻ yn പ്ലസ് 1ന്റെ ഫോർമുലയിൽ, ഈ ഫോർമുലയിൽ ഞാൻ രണ്ട് സൈഡിലും ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? limit yn plus 1 equal to 2 into limit yn plus 3 divided by 4 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ലിമിറ്റ് എന്താണ്? y ആണ് അല്ലെ. സോ y equal to 2y plus 3 divided by 4, which implies 4y equal to 2y plus 3, which implies 4y minus 2y, that is 2y equal to 3, which implies y equal to 3 by 2. അപ്പൊ സീക്വൻസിന്റെ ലിമിറ്റ് ആണ് നമ്മൾ y എന്ന് അസ്യൂം ചെയ്തത് അല്ലെ. അപ്പൊ സീക്വൻസിന്റെ ലിമിറ്റ് 3 by 2 ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നമ്മൾ ചെയ്തത്? മോണോട്ടോണിക് സീക്വൻസ് ആണ്, ബൗണ്ടഡ് ആണ്, ഇത് രണ്ടും പ്രൂവ് ചെയ്തു. എന്നിട്ട് മോണോട്ടോണിക് ബൗണ്ടഡ് സീക്വൻസ് തന്നാൽ അത് കൺവേർജന്റ് ആണ് എന്നുള്ളത് ഉപയോഗിച്ച് ഒരു ലിമിറ്റ് y ഉണ്ട് എന്ന് അസ്യൂം ചെയ്തു. ഐട്രേറ്റീവ് ഫോർമുലയിൽ രണ്ട് സൈഡിലും ലിമിറ്റ് അപ്ലൈ ചെയ്ത് y-യിലുള്ള ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. എന്നിട്ട് y-യുടെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് y ഈക്വൽ ടു 3 by 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഉള്ള ഐട്രേറ്റീവ് ഡെഫിനിഷൻ വരുന്ന അടുത്ത ഒരു സീക്വൻസിന്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ എന്റെ ഡെഫിനിഷൻ z1 equal to 1 ആണ്.
ഫസ്റ്റ് ടേം 1 ആണ്. നെക്സ്റ്റ് ടേം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? Zn plus 1 equal to root of 2Zn എന്നാണ് ഡെഫിനിഷൻ. ഈ സീക്വൻസ് കൺവെർജന്റ് ആണെന്നും അതിന്റെ ലിമിറ്റ് 2 ആണ് എന്നുമാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ അപ്ലൈ ചെയ്യാൻ പോകുന്നത്? ബൗണ്ടഡ് ആണ് എന്നും പ്രൂവ് ചെയ്യും, മൊണോട്ടോണിക് ആണ് എന്നും പ്രൂവ് ചെയ്യും. ബൗണ്ടഡ് ആണ്, മൊണോട്ടോണിക് ആണ്, അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യും. എന്നിട്ട് ആ ലിമിറ്റിന്റെ വാല്യൂ 2 ആണ് എന്ന് കാണിക്കും. അപ്പൊ എന്തൊക്കെ സ്റ്റെപ്സ് വരും നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ഡെഫിനിഷൻ എന്താണ്? Z1 equal to 1, Zn plus 1 equal to root of 2Zn. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. അപ്പൊ ഇതിൽ Z2 എന്താ വരിക? Z2 എന്ന് പറഞ്ഞാൽ root of 2 into 1 which is equal to Z1 ന്റെ വാല്യൂ 1 എന്നുള്ളതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ Z2 ന്റെ വാല്യൂ എനിക്ക് √2 എന്ന് കിട്ടി. Z1 1 ആണ്, Z2 √2 ആണ്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് എന്തറിയാം? Z1 ലെസ് ദാൻ Z2 ആണ്. ഇത് രണ്ടും 2വിനേക്കാൾ ചെറുതല്ലേ? സോ Z1 ലെസ് ദാൻ Z2 ആണ്, ഇത് ലെസ് ദാൻ 2 ആണ്. ഓക്കെ, സോ Z1ഉം Z2ഉം ഇൻക്രീസിങ് എന്നുള്ള പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ബൗണ്ടഡ് എബവ് ബൈ 2 എന്നുള്ള പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ZK ബൗണ്ടഡ് എബവ് ബൈ 2 ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ZK ലെസ് ദാൻ 2 ആണ് എന്ന് അസ്യൂം ചെയ്യാം. ZK ലെസ് ദാൻ 2 ആണെങ്കിൽ വാട്ട് ഈസ് ZK പ്ലസ് 1? ZK പ്ലസ് 1 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2ZK ആണ് അല്ലെ? ZK ലെസ് ദാൻ 2 ഇംപ്ലൈസ് റൂട്ട് ഓഫ് ZK ഈസ് ലെസ് ദാൻ √2. രണ്ട് സൈഡിലും ഞാൻ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് എടുക്കുന്നു. പോസിറ്റീവ് സ്ക്വയർ റൂട്ട് എടുത്താൽ ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നും വരില്ല. ഓക്കെ, ഇനി രണ്ട് സൈഡിലും ഞാൻ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്താ കിട്ടുക? √2 into root ZK is less than √2 into √2. √2 into √2 എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2ZK is less than 2. ഈ റൂട്ട് ഓഫ് 2ZK എന്ന് പറയുന്നതാണ് എന്ത്? ZK plus 1 അല്ലെ? സോ ZK plus 1 is less than 2. അപ്പൊ ZK less than 2 ആണെങ്കിൽ ZK plus 1ഉം less than 2 ആണ് എന്ന് കിട്ടി. Therefore, by induction, Zn is less than 2 for every n element of n. അപ്പൊ ഒരു പാർട്ടായി എന്താണ്? ബൗണ്ടഡ് ആണ് എന്നുള്ള പാർട്ട് നമുക്ക് കിട്ടി. ബൗണ്ടഡ് ആണ്, ബൗണ്ടഡ് എബവ് ബൈ 2 ആണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് വേണം? മൊണോട്ടോണിക് ആണെന്ന് കാണിക്കണം. മൊണോട്ടോണിക് ആണെന്ന് കാണിക്കാൻ ബേസ് സ്റ്റെപ്പ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. Z1 ലെസ് ദാൻ Z2 എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ZK ലെസ് ദാൻ ZK പ്ലസ് 1 ആണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് കാണിക്കണം? ZK പ്ലസ് 1 ലെസ് ദാൻ ZK പ്ലസ് 2 ആണ് എന്ന് കാണിക്കണം. അതിന് ഞാൻ ഇതിനെ രണ്ട് സൈഡിലും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നുമില്ല. 2ZK is less than 2ZK plus 1. രണ്ട് സൈഡിലും പോസിറ്റീവ് സ്ക്വയർ റൂട്ട് എടുക്കുന്നു. അപ്പൊ എനിക്ക് എന്താ കിട്ടുക? റൂട്ട് ഓഫ് 2ZK ലെസ് ദാൻ റൂട്ട് ഓഫ് 2ZK plus 1. പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ആണ് എന്നുള്ളത് കൊണ്ട് അവിടെയും ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നുമില്ല. ഇനി റൂട്ട് ഓഫ് ZK പ്ലസ് റൂട്ട് ഓഫ് 2ZK എന്ന് പറയുന്നതാണ് എന്ത്? ZK plus 1. ഇതെന്താണ്? ZK plus 2. ഓക്കെ, അപ്പൊ ZK ലെസ് ദാൻ ZK plus 1 ആണെങ്കിൽ ZK plus 1 less than ZK plus 2 എന്ന് കിട്ടി. Therefore, by mathematical induction, Zn less than Zn plus 1 for every n element of n. Okay. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ കാണിച്ചു? ബൗണ്ടഡ് ആണ്, മൊണോട്ടോണിക് ആണ്, രണ്ട് കാര്യങ്ങൾ കാണിച്ചു. അപ്പൊ മൊണോട്ടോൺ കൺവേർജൻസ് തിയറത്തിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? സീക്വൻസ് Zn കൺവേർജന്റ് ആണ്. സീക്വൻസ് Zn കൺവേർജ് ചെയ്യുന്നത് ഇസഡിലേക്കാണ് എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, Zn സെഡിലേക്കാണെങ്കിൽ Zn പ്ലസ് 1 എങ്ങോട്ട് തന്നെ പോകണം? സെഡിലേക്ക് തന്നെ പോകണം. ബൈ ഡെഫിനിഷൻ Zn പ്ലസ് 1 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2Zn അല്ലെ? രണ്ട് സൈഡിലും ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് Zn പ്ലസ് 1 എന്ന് പറഞ്ഞാൽ Z ഈക്വൽ ടു റൂട്ട് ഓഫ് 2 into limit Zn is again Z. Okay, implies രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? Z square is equal to 2Z, which implies Z square minus 2Z equal to 0.
which implies z into z minus 2 equal to 0. That is z equal to 0 or 2. Okay. ഇനി z 0 അല്ല. എന്താ കാരണം? സീക്വൻസിന്റെ സ്റ്റാർട്ടിംഗ് ടേം 1 ആണ്, അടുത്ത ടേം √2 ആണ് എന്ന് മാത്രമല്ല സീക്വൻസ് മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ്. ഓക്കെ, അപ്പൊ സീറോയുടെ നെയ്ബർഹുഡിലേക്ക് ഈ സീക്വൻസ് വരുമോ? ഒരിക്കലും സീറോയുടെ അടുത്തേക്ക് ഈ സീക്വൻസിലെ ഒരു ടേംസും വരില്ല. അപ്പൊ z ഈക്വൽ ടു 0 പോസിബിൾ അല്ല. അപ്പൊ z വാല്യൂ എന്താണ്? z ഈക്വൽ ടു 2 ആണ്. സോ zn ഈക്വൽ ടു √2 zn plus 1 ഈക്വൽ ടു √2zn എന്നുള്ള സീക്വൻസ് കൺവേർജന്റ് ആണ്. അത് കൺവേർജ് ചെയ്യുന്നത് 2 എന്ന നമ്പറിലേക്കാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.